അല്ല, നേമത്ത് എന്താ സംഭവിച്ചത്? നേമത്ത് UDFൻ്റെ വോട്ടുകൾ മാത്രമാണ് BJPയിലേക്ക് പോയതെന്ന് പറയാൻ സാധിക്കുമോ? ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ചോർന്നിട്ടില്ലേ? ഈ ചോദിക്കട്ടെ, തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷനിൽ എന്താ സംഭവിച്ചത്? ലോക്സഭാ ഇലക്ഷനിൽ CPM എങ്ങനെയാണ് 3-ാം സ്ഥാനത്തേക്ക്, ഇടതുപക്ഷം എങ്ങനെയാണ് 3-ാം സ്ഥാനത്തേക്ക് പോയത്? അപ്പോൾ O രാജഗോപാലിനെ പോലെയുള്ളൊരു വ്യക്തി ജയിക്കുമ്പോൾ, ഇനി ചോദിക്കട്ടെ, അവിടെ ശിവൻകുട്ടി മത്സരിക്കുമ്പോൾ ശിവൻകുട്ടിയെ അവിടെ മത്സരിപ്പിക്കരുതെന്ന് എത്ര, പ്രത്യേകിച്ച് ആ നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ മാറ്റണമെന്ന് എത്ര ആളുകൾ ആവശ്യപ്പെട്ടിരുന്നു? എന്തേ അദ്ദേഹത്തെ തന്നെ അവിടെ നിർത്തിയത്? അപ്പോൾ അതൊക്കെ ഒരു BJP ജയിച്ചത് കൊണ്ട് UDFൻ്റെ വോട്ടുകൾ മാത്രമാണ് ഇടതുപക്ഷത്തേക്ക് ചോർന്നത് എന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാനവുമില്ല. ഒരു നിമിഷം ഫക്രുദ്ദീനിലേക്ക് പോകുന്നതിന് ശിവൻകുട്ടി അവിടെ നിർത്തിയതിൻ്റെ ഫലമായി ഒരോട്ടും ഞങ്ങളുടെ ചോർന്നു പോയില്ല. 40,000 വോട്ടിന് കഴിഞ്ഞ തവണ ജയിച്ച ശിവൻകുട്ടിക്ക് ഇത്തവണ 50,000 വോട്ട് കിട്ടി. 10,000 വോട്ട് കൂടുതലാണ് കിട്ടിയത്, കുറവല്ല. എത്ര വോട്ടുകൾ കൂടിയിട്ടുണ്ട്? അല്ല, ആ കൂടിയ വോട്ട് ഞങ്ങൾക്ക് കിട്ടി. അതേസമയം നിങ്ങൾ നോക്കൂ, 30,000 വോട്ട് പിടിച്ചിരുന്ന കോൺഗ്രസിന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയിരുന്ന ഇപ്പോൾ 12,000 ചുരുങ്ങി. അതാണ് രാജഗോപാലിന് കിട്ടിയത്. നിങ്ങൾ അത് അങ്ങനല്ല, BJPക്ക് വോട്ടുകൾ ചെയ്യാൻ സാധിക്കുമെന്ന് തിരുവനന്തപുരത്തെ വോട്ടർമാരെ പഠിപ്പിച്ചു കൊടുത്തത് ഇടതുപക്ഷമാണ്. CPIയുടെ സീറ്റ് ഫിറോസ് പകൽ കോൺഗ്രസുകാരായിരിക്കുകയും രാത്രിയിൽ ഈ പറയുന്ന സവർണ മനോഭാവത്തോടെ, സംഘ മനോഭാവത്തോടെ മാറി ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാർ. അതാണ് ഈ കൗൺസിൽ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ സത്യസന്ധമായി വിലയിരുത്തുകയാണെങ്കിൽ കാണാൻ കഴിയുന്നത്. അല്ലാതെ CPMൽ നിന്നോ എമ്പാടും അങ്ങ് വോട്ട് ചോർന്നു പോവുകയും അങ്ങനെ നേമത്തിങ്ങനൊരു വിജയം ലളിതമായി അങ്ങ് കൈവരിക്കാൻ O രാജഗോപാലിനും BJPക്കും കഴിയുകയും ചെയ്തു എന്ന് പറയുന്നത് ശരിയല്ല. ഇവിടെ അവർ പ്രതിരോധിച്ചിട്ടുണ്ട്, വട്ടിയൂർക്കാവിൽ അവർ പ്രതിരോധിച്ചിട്ടുണ്ട്. നിയമം മാത്രമായി എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ വേണു, ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിൻ്റെ പാർലമെൻറ്റ് സീറ്റ് ഒരു പേയ്മെൻറ്റ് സീറ്റാക്കി വിൽപ്പന നടത്തിയത് ആരാണ്? ഇനി ചോദിക്കട്ടെ, കേരളത്തിൽ BJPക്ക് 2ാം സ്ഥാനം കിട്ടിയ സീറ്റുകളിൽ ജയിച്ചതാരാണ്? മഞ്ചേശ്വരമാകട്ടെ, കാസർഗോഡാവട്ടെ, വട്ടിയൂർക്കാവട്ടെ, അവിടെയൊക്കെ ജയിച്ചതാരാണ്? UDF അല്ലേ? BJPക്ക് വോട്ടുകൾ മറിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് UDFന് ഉണ്ടായിരുന്നെങ്കിൽ അവിടെയൊക്കെ സീറ്റുകൾ UDFന് നഷ്ടമാവില്ലായിരുന്നോ? അവിടെയൊക്കെ എങ്ങനെയാണ് BJP 2ാം സ്ഥാനത്ത് വന്നത്? അത് പരിശോധിക്കണ്ടേ? അപ്പോൾ ഒരു നിയമം സീറ്റ് മാത്രം O രാജഗോപാലിനെ പോലെയുള്ള വ്യക്തിപ്രഭാവമുള്ള ഒരാളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം BJPയിലേക്ക് UDFൻ്റെ വോട്ടുകൾ ചേക്കേറി അല്ലെ ചോർന്നു പോയി എന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാനമില്ല. ശരി, ഒരു വാദത്തിന് അംഗീകരിച്ചാൽ പോലും ഇതിൻ്റെ ഒരു ശതമാനക്കണക്കും പോൾ ചെയ്യപ്പെട്ട വോട്ടിൻ്റെ കണക്കും കക്ഷികൾക്ക് ഉറപ്പുണ്ടായിരുന്നതും അവർ നേടിയെടുത്തതുമായ വോട്ടുകളുടെ കണക്കുമൊക്കെ ചേർന്നുള്ളൊരു താരതമ്യം കൂടെ വേണ്ടേ ഫിറോസ്? അങ്ങനെ വരുമ്പോൾ നിയമം ഒരു ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. ആ ഒറ്റപ്പെട്ട സംഭവമാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് UDF തന്നെയുമാണ്. കാരണം അവർക്ക് മാത്രമാണ് ഇങ്ങനൊരു സിംഹഭാഗം വോട്ട് പോയത്. അല്ല, UDFന് വോട്ടുകൾ കുറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. UDFന് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ UDFന് വോട്ടുകൾ കുറഞ്ഞതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ചോർച്ചയും കാണാതിരുന്നുകൂടാ എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, UDFന്റെ വോട്ട് മാത്രമാണ് ചോർന്നതെങ്കിൽ നമുക്ക് ആരോപിക്കാൻ സാധിക്കും BJPക്ക് ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കാൻ സൗകര്യമുണ്ടായത് നേമത്താണ്. ആ നിയമത്തെ അക്കൗണ്ട് തുറക്കാൻ സൗകര്യമൊരുക്കി കൊടുത്തത് കോൺഗ്രസ് ആണെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു, ആവർത്തിച്ച് ആരോപിക്കുന്നു. കാരണം വോട്ടിൻ്റെ കണക്ക് നിങ്ങൾ എടുക്കൂ. ഞങ്ങളുടെ വോട്ടല്ല ചോർന്ന്, ഞങ്ങളുടെ വോട്ട് ഞങ്ങൾ 10,000 വോട്ട് കൂടുതൽ പിടിച്ചു. നിങ്ങളുടെ വോട്ടാണ് 30,000 വോട്ട് 12,000 ചുരുങ്ങി 20,000 വോട്ട് പോയി. അതിലാണ് രാജഗോപാൽ ജയിച്ചത്. ശരി 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 എനിക്കൊരു ഇടവേളയ്ക്ക് പോകണതിന് മുമ്പ് ശ്രീ ഫക്രുദ്ദീൻ അലി, ഈ പറയുന്ന കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഒരു പ്രത്യേക മനഃശാസ്ത്രം, തിരുവനന്തപുരത്ത് അങ്ങനെയല്ല, സമാധാനപ്രിയരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ രാഷ്ട്രീയ സംഘർഷം ഒന്നിടവിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിക്കുക എന്ന തലത്തിലേക്ക് വരെ അത് എത്തിയിരിക്കുകയാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടികൾക്കും നേരിടാൻ വരാതിരുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്തുണ്ടായിരിക്കുകയാണ്. ശ്രീ ഫക്രുദ്ദീൻ.
അല്ല, തീർച്ചയായിട്ടും അപലപനീയം തന്നെയാണ്. ഞാൻ കണ്ണൂരിൻ്റെയും നാദാപുരത്തിൻ്റെയും കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ നമ്മുടെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ കൊലപാതകം നടക്കുന്ന സ്ഥലം എന്ന രീതിയിലാണ്. തിരുവനന്തപുരത്ത് അതല്ല. നിങ്ങളിപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ കണക്ക് ഹിന്ദു പത്രം പുറത്തുവിട്ടിരുന്നത്. അതിൽ ഇന്ത്യയിലെ ബി ക്ലാസ് നഗരങ്ങളിൽ ഏറ്റവും കുറവ് വയലൻസ് ഉള്ള ക്രൈം രേഖപ്പെടുത്തിയ പ്രദേശങ്ങൾ ഒന്ന് കണ്ണൂരും 2 സൂററ്റുമാണ്. 2 പ്രദേശങ്ങൾ. ഇതേ കണക്കുകൾ വിശാലാർത്ഥത്തിൽ എടുത്താൽ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ കേരളം 3-ാം സ്ഥാനത്താണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ 3-ാം സ്ഥാനത്താണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ രാഷ്ട്രീയമായിട്ട് പ്രശ്നം നടന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞു രമേശിന് ഏതെങ്കിലും ഒരു CPM മുസ്ലിം ലീഗാനോ ചെറുതായി ട്രെയിനിൽ തട്ടിപ്പോയാൽ രമേശ് ആ കംപ്ലയിൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ട BJP-ക്കാരാണെങ്കിലും അദ്ദേഹം കംപ്ലയിൻറ്റ് കൊടുക്കുക, ആ കംപ്ലയിൻറ്റ് സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം കേരളത്തിലുണ്ട്. എന്നാൽ മറ്റു പല പ്രദേശങ്ങളും കൊന്നു കഴിഞ്ഞാൽ പോലും അത് ജാതിയോ വർഗീയതയൊക്കെ പറഞ്ഞുകൊണ്ട് വരും, രാഷ്ട്രീയമായിട്ട് വരില്ല. ഞാൻ പറഞ്ഞാൽ പ്രധാനപ്പെട്ട കേരളത്തിലൊരു അഡീഷണൽ DGP ഒരു കാലത്ത് എന്നോട് പറഞ്ഞതാണ്. ഞാൻ പറയുന്നത് തിരുവനന്തപുരത്ത് അങ്ങനെയല്ല. തിരുവനന്തപുരത്ത് പലപ്പോഴും നമ്മൾ കണ്ട ഗുണ്ട ആക്രമണങ്ങളാണ്. പിന്നെ അടുത്ത കാലത്ത് 2 SFI DYFI 2 ചെറുപ്പക്കാർ 3 ചെറുപ്പക്കാർ കൊല ചെയ്യപ്പെട്ട സംഭവം ഉണ്ടായി. ആ രീതിയിൽ CPM ആ രീതിയിൽ തിരിച്ചടിച്ചിട്ടില്ല അവിടെ. കാരണം എന്താ വെച്ചാൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു സൈക്കി അങ്ങനെയാണ്. ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റി, നായേഴ്സിന് നല്ല ഭൂരിപക്ഷമുള്ള സൊസൈറ്റി, അവരെല്ലാം തന്നെ നായേഴ്സ് പട്ടാളക്കാരാണെങ്കിൽ പൊതുവെ സമാധാന പ്രിയരാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. അപ്പോൾ അങ്ങനെ ഒരു സൊസൈറ്റിയിൽ ആര് വയലൻസ് കയ്യിലെടുക്കുന്നോ അവർക്ക് തിരിച്ചടി ഉണ്ടാവാനാണ് സാധ്യത. അത് മറ്റാരേക്കാട്ട് നന്നായിട്ട് അറിയുന്ന ആളുകളാണ് തിരുവനന്തപുരത്തുകാർ. പിന്നെ എനിക്ക് രമേശിനോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. ഇപ്പം സഖാവ് പിണറായി വിജയൻ ഈ ഒരു വിഷയത്തിൽ അപലപിച്ചില്ല എന്ന് പറഞ്ഞു. രമേശും ഇന്നിപ്പം പിന്നെ കുമ്മനം എല്ലാം കൂടി നടത്തിയ പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിൽ ഈ ഒരു വസ്തുത ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായി, ഇത് ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ഇതിൻ്റെ പ്രതികൾ ആരാണോ അവരെ കൃത്യമായി കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ വലിയൊരു സപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയായിരുന്നു. ഈ പറയുന്നത് ഞാൻ പോലും ആ നല്ല നിലപാടെന്ന് പറയുന്നു. ഇവിടെ എന്താണ്, ഇവിടെ ഇത് എൻ്റെ ശ്രീനിവാസൻ മറ്റേ പിന്നെ തെന്മാവും കുമ്പത്ത് സിനിമയെ പറഞ്ഞതിൻ്റെ ഇതൊക്കെ ഞാളെ ചെറിയ ബുദ്ധി തോന്നുന്നതാണ്, ഇവരെ വലിയ ബുദ്ധി തോന്നുന്നതല്ല. ഇവിടെ CPM-ന് പിന്നെ CPM ആണ്, കൃത്യമായി കൺവിൻസിംഗ് ആയി എവിഡൻസ് ഒന്നുമില്ല. മാത്രമല്ല ഈ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഫോൺ സന്ദേശങ്ങൾ കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റിയ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കാണ്. അതൊന്നും ഇല്ലാതെ CPM-നെ ചൂണ്ടിക്കാണിക്കാൻ കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മലയാളി എന്ന് പറഞ്ഞാൽ സ്വാഭാവിക അക്ഷരജ്ഞാനമുള്ളവനാണ്, വിവരമുള്ളവനാണ്. മലയാളി ഇത് വേറെ രീതിയിലൊക്കെ ചിന്തിച്ചു പോകും. അതുകൊണ്ട് രമേശിനോടൊക്കെ നമുക്ക് പറയാനുണ്ട്, നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഘട്ടമായിട്ട് മലയാളി കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും രമേശ്. എനിക്കായാലും നിങ്ങൾക്കാണെങ്കിൽ പിണറായി വിജയനാണെങ്കിൽ ഒക്കെ ഗുണകരം. മലയാളി നമുക്ക് അങ്ങനെ പറ്റില്ല. ഞാൻ ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് കുമ്മനത്തെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിട്ടും മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം തുടരുന്നു? ഇടവേളയ്ക്ക് ശേഷം.